ത്രിത്വത്തിൻ്റെ രഹസ്യം നിനക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? നീ തന്നെയാണ് ത്രിത്വത്തിൻ്റെ രഹസ്യം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രൂപത്തിലാണ് നിന്നെ സൃഷ്ടിച്ചത്. അവർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ആലോചിച്ച് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞു. പുത്രനായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, അതെ, അവൻ ഉണ്ണിയായി മനുഷ്യനായി ലോകത്തിൽ ജനിച്ചു, പീഡകൾ സഹിച്ചു, മരിച്ചു, ഉയിർത്തു. ഇതിൽ പരം നമ്മെക്കുറിച്ച് മറ്റെന്ത് സാദൃശ്യമാണുള്ളത്? പിതാവായ ദൈവവും പുത്രനായ ദൈവവും തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ നാസാരന്ധ്രത്തിൽ നിശ്വസിച്ചുകൊണ്ട് ജീവൻ തന്നു. അതെ, ആത്മാവും ജീവനുമാണ് അവിടുന്ന്. അതും പോരാ, മരണത്തിന് ശേഷം തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ട് വീണ്ടും ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ അനുവദിച്ചു. ഞാൻ ജീവൻ്റെ അപ്പമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അവന് നിത്യജീവനുണ്ട്. അവനിൽ ഞാൻ വാസമുറപ്പിക്കും. അവിടുന്ന് പറയുന്നു, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യുമെന്ന്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 14-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുന്ന ഈ തിരുവാക്യം നമുക്ക് എത്രയോ വിശ്വസനീയമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് 33 ത്രിത്വസ്തുതി ചൊല്ലിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും മരിച്ചുപോയവർക്കും നമ്മുടെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി കാഴ്ചവെക്കുക. സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ് നമ്മിലും മറ്റുള്ളവരിലും വസിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ, ഹൃദ്യമായ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം.